DG ഫ്രഷ്മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യുവർ 1 കപ്പ് മാജിക്. എങ്ങനെ ഇങ്ങനെ പാട്ട് പാടാനുള്ള കഴിവ് കിട്ടി? അഹങ്കരിക്കാറുണ്ടോ? കണ്ടാ നല്ല ജാടയായിട്ടാണ് എനിക്ക് തോന്നണത്. ഞാനോ? ഞാനിങ്ങനെ കൂളായിട്ട് സംസാരിക്കും. ജാടയില്ല, ഒരിക്കലുമല്ല. കുറച്ച് ജാടയൊക്കെ ആവാൻ തോന്നിയിട്ടില്ലേ? സ്വന്തം പാട്ട് കേട്ടിട്ടേ ഹേ പ്രഭു എനിക്കാ എന്ന് തോന്നിയിട്ടുണ്ട്. ഉത്തരം പറഞ്ഞല്ലോ, ഇപ്പോഴാണോ തോന്നിയത്? ഞാൻ ഒറ്റയ്ക്ക് പാടുമ്പോ എന്നെ കാണുമ്പോ ഏത് പാട്ടാ പാടണമെന്ന് തോന്നുന്നു, കേക്കട്ടെ. സിമ്പിൾ പാട്ടൊന്നും പാടാറില്ലല്ലോ ശ്രീരാഗ്. ഏത് നേരവും ഭയങ്കര അങ്ങനത്താണല്ലോ ഞാൻ കേട്ടേക്കണത്. അനുപല്ലവി ഞാനിങ്ങനെ പറയും, അതിന്റെ പല്ലവി പാടണം. കുറുമ്പിന്റെ കട്ടുറുമ്പിന്റെ എന്താ കൈ നീട്ടമല്ലോ. കിട്ടില്ല ട്യൂണിട്ട് നോക്കുക. എന്തൊരു സംഗീതാത്മകം. നിങ്ങളുടെ പേരുകളിലൊക്കെ ഒരു കലാമൂല്യം ഞാൻ കാണും. എന്താണ് ഭരതൻ എന്നുള്ള പേരിൽ എന്താ ഭരതനാട്യം അനുപല്ലവി എന്താണ്? പല്ലവി കഴിഞ്ഞു. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായി. സിംഗിൾ ആണോ? ആ കുട്ടീനെ എടുത്ത് എന്തിന് ഈ കുട്ടി ആ പാട്ട് പാടുന്ന സമയത്ത് ഒരു ലവ് തോന്നി? പാട്ട് പാടുന്ന സമയത്തല്ലേ, അതെന്റെ ഇഷ്ടല്ലേ. അപ്പൊ പാട്ട് പാടാറുണ്ടോ ആളുടെ അടുത്ത്? വസന്തം പോലെ ഒരു സന്ധ്യയെ പോലെ നിലാവിൽ പൂക്കും കണിമുല്ലയെ പോലെ. നമ്മുടെ സ്റ്റാർ സിംഗറിൽ ഇതേപോലത്തെ ചളുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നതാണ് സ്ക്രിപ്റ്റഡ് ആണോ, പ്രതികരിക്കാനുള്ളത്? ഒരു ഷോ ആകുമ്പോ തീർച്ചയായിട്ടും നടക്കണ്ടേ എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. എനിക്ക് ഒരു ഐഡിയ ഇവിടെ എന്താ നടക്കണം അതെനിക്കറിയില്ല. പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് നായകനായാലും എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, അപ്പൊ അതൊക്കെ ഒരു തെജമല്ലേ? ഞാൻ ചെയ്തു പറഞ്ഞില്ലല്ലോ. ആര് കപ്പ് കൊണ്ടുപോകുന്ന ഒരു തോന്നല്? എനിക്ക് അങ്ങനെ തോന്നലൊക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മള് പറയാൻ പാടില്ല. ഇന്നത്തെ എന്റെ ഷോയില് എന്റെ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെയായിട്ട് ഒരു ബന്ധമല്ല. അതായത് എന്റെ കഴിവുകളായിട്ട് ഞാൻ ഒരുപാട് കഴിവുകളാണെന്നറിയാം, പക്ഷെ എന്റെ ഒരു കഴിവ് എനിക്ക് ഇല്ലാതായി പോയി. ഈ വ്യക്തിക്ക് ആ കഴിവ് കിട്ടുകയും ചെയ്തു. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ശ്രീരാഗ്, ഹായ്. ഹായ്, എങ്ങനെയുണ്ട്? സുഖാണോ? സുഖം. എങ്ങനെ ഇങ്ങനെ പാട്ട് പാടാനുള്ള കഴിവ് കിട്ടി? എനിക്കറിയില്ല. അല്ല അതിപ്പോ എങ്ങനെയാ എനിക്കറിയാം. ഈ ശ്രീരാഗ് എന്ന് പേരിട്ടത് വീട്ടുകാർക്ക് അറിയായിരുന്നു, ഒരു ശ്രീരാഗമാകും എന്റെ മകൻ എന്ന്? അറിയില്ലല്ലോ, അങ്ങനെ അറിയാനാ. അത് വീട്ടിലാർക്കും ആ ഒരു കഴിവില്ല. അമ്മ പാടും. അമ്മ പാടുമോ? ആ പാടും. അമ്മയാണോ മകനാണോ നല്ല പാട്ടുകാരി? പാടും, രണ്ടുപേരും പാടും. കേൾക്കുന്നവരോട് ചോദിക്കണ്ടേ. സ്റ്റാർ സിംഗറിൽ ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട ജഡ്ജ് ആരാണോ? ചിത്ര ചേച്ചി. ഇതൊന്നും ഇത്ര പെട്ടെന്ന് പറയണത്? ഞാൻ ചോദിച്ചാൽ ഡിപ്ലോമ, അപ്പൊ ബാക്കിയുള്ളവർക്ക് വിഷമാവില്ലേ? അല്ല, അങ്ങനെയല്ല. അവരോട് ചോദിച്ചവര് അവര് പറയും ചിത്ര. അതെന്താണ് ചിത്ര ചേച്ചിക്ക് ഇത്ര ഡിമാൻഡ്? ചിത്ര ചേച്ചി എവിടെ നിൽക്കുന്നു? അത് ശരിയാണ്, എനിക്ക് ചിത്ര ചേച്ചിനാണ് ഇഷ്ടം. പക്ഷെ നമ്മളൊരു ഇതിൽ വരയ്ക്കുമ്പോ അവരുടെ മാർക്കും കൂടെ വേണ്ടേ? അപ്പൊ ബാക്കിയുള്ളവരുടെ മാർക്ക് വേണ്ടേ? വേണം. ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നല്ലേ? എനിക്ക് പറയാൻ ചിത്ര ചേച്ചിനാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് ചിത്ര ചേച്ചിനാണ് ഇഷ്ടം. പക്ഷെ മാർക്ക് വാങ്ങേണ്ടത് ശ്രീരാഗാണ്. അതെ, അതവര് തരുമല്ലോ. അത്രയും കോൺഫിഡന്റ് ആണ്. അപ്പോൾ അല്ല, തരാതെ വേറെ വഴിയില്ല. ഷോ അങ്ങനെയല്ലേ വിടുള്ളൂ, അവര് തരണ്ടേ. മാർക്ക് കുറച്ചാലോ എന്നോട് അവന് ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് ഔട്ടാവും. അത്രയുള്ള വിഷമൊന്നുമില്ലേ? നമ്മള് മാർക്കിന് വേണ്ടി സോപ്പ് ഇടുന്ന പരിപാടിയൊന്നുമില്ല. സോപ്പ് ഇട്ടാ കിട്ടുമൊന്നുമില്ല മാർക്ക്. ഇല്ലല്ലേ, പാടിയ മാത്രമേ കിട്ടും. അവിടെ തന്നെ ഏറ്റവും നന്നായി പാടുന്ന കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഒരുപാട് പേരുണ്ട്. സ്വയം പേര് പറയില്ല. കൈ കാണിക്കേ. ഡിപ്ലോമാറ്റിക് ആയോ? ഒരാളുടെ പേര് പറയണം. ഫേവറേറ്റ് സിംഗേഴ്സോ? അവർ ബാക്കി എല്ലാവരും എന്റെ ഫേവറേറ്റ്സ് ആണ്. ഓരോരുത്തർക്കും ഓരോന്നാ. ഇത് ഡിപ്ലോമാറ്റിക് അല്ല, ഞാൻ കാര്യം പറഞ്ഞാണ്. ഏത് കണ്ടസ്റ്റന്റ് ഒരു കണ്ടസ്റ്റന്റ് ഫേവറേറ്റ്, മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ഉണ്ടാവില്ലേ? ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊന്നും ഇല്ലേ? ഞാൻ പാട്ട് പാടി തിരിച്ചു വരും, അത്രേ ഉള്ളൂ പണിയില്ലേ? അതെ, ഗൂഗിളിനോട് സംസാരിക്കും കുറച്ചധികം. ഓക്കെ. അവിടെ ഏറ്റവും നന്നായിട്ട് ചളി പറയുന്നത് ആരാണ്? വിധിച്ചേട്ടൻ പറയും അത്യാവശ്യം. പറയില്ലേ? ഈ ചേട്ടൻ ചളി കേട്ടിട്ട് ഓ മനുഷ്യ നിർത്തിക്കൂടെ എന്ന് തോന്നിപ്പോയ ഒരു ചളി? അങ്ങനെയൊന്നും ഓർമ്മ. ചളിയൊന്നും ഞാൻ ഓർത്ത് വെക്കാറില്ല. നമ്മൾ മറക്കണ സാധനങ്ങളാണ്. അതങ്ങനെ ആ മൊമെന്റില്. അതിങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ ചളി പറയുന്നത്? അല്ലല്ല, പുള്ളി രാവിലെ നമ്മള് രാവിലെ ഇത്ര ചളി പറയണം, വൈകിട്ട് ഇത്ര ചളി പറയണം,
അത് അങ്ങനെ അവിടെ ആളിങ്ങനെ ഇരിക്കണ്ടേ. നിർബന്ധപൂർവ്വം ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ ആളെ? ഇല്ല പുള്ളിയുടെ ഒരു പരിപാടി എങ്ങനെയാണ് ആണല്ലേ, നല്ല കൈ നീട്ടണാണല്ലേ. കൈ നടന്നതാണ്. അടിപൊളി പുള്ളി. So sad. ഞാൻ വിധിച്ചേട്ടൻ ഒരു കാര്യം പറയണ കേട്ടല്ലോ, ഏതാ? ശ്രീരാഗ് ഭയങ്കര പ്രണയിക്കുന്ന ഒരാളാണെന്ന്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും പ്രണയിക്കില്ല. ഒരു പാട്ട് പാടാൻ എത്ര നേരം പ്രണയിക്കണം? പാട്ട് പാടാൻ പ്രണയിക്കൊന്നും വേണ്ട. ഞാൻ കേട്ടു അതില് പറയണത് പാട്ട് പാടാൻ പ്രണയിച്ചു. അതൊരു പാട്ടല്ലേ? എത്ര തരം പാട്ടുണ്ട്. ആണോ? ആ അപ്പൊ അതില് ആ കുട്ടീനെ പ്രണയിച്ചു. അതപ്പോ ഞാൻ ആ സ്റ്റേജിൽ നടന്നൊരു കാര്യം പറഞ്ഞു. അത് ശരി. അല്ലാണ്ട് വിധിച്ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ഏത്? ഞാൻ ആ കുട്ടീനെ പ്രണയിക്കുന്നു. അത് വിധിച്ചേട്ടൻ പറഞ്ഞ എന്താ അതുപോലെ സംഭവിച്ചു. ആ ആ പാട്ടിന് വേണ്ടിട്ട് പാട്ട് കഴിഞ്ഞപ്പോ ഈ ജഡ്ജസ് ആയതുകൊണ്ട് മാത്രം ഇവർക്ക് ഇങ്ങനത്തെ കോമഡികൾ പറയണം, ഫലിതങ്ങൾ പറയണം, അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ അവിടെ? അങ്ങനെയൊന്നുമില്ല. ഇല്ല. അതെന്തുകൊണ്ട് നിങ്ങളുടെ ഒരു പാനലിൽ ഒരു സീരിയസ് ജഡ്ജ് പോലും ഇല്ല? ഇത്ര സീരിയസ് അല്ലേ? ചേച്ചീനെ നമുക്ക് കണ്ടാൽ തന്നെ ക്യൂട്ടാണ് ചേച്ചി. അത് സീരിയസ് ഭാഗത്തേക്ക് നമ്മൾ നോക്കുന്നില്ല. അല്ല, അങ്ങനെ ഒരാൾ സീരിയസ് ആയിരിക്കണമെന്നൊന്നുമില്ല. ചേച്ചി ജഡ്ജ്മെന്റ് പണ്ടത്തെ സ്റ്റാർ സിംഗറിലൊക്കെ ഉണ്ടായിരുന്നു വളരെ സീരിയസ് ആയിട്ടുള്ള ജഡ്ജസ്. അത് ഭയങ്കര, അത് കാണുമ്പോഴേ നമുക്കൊരു പ്രഷർ അല്ലേ. ആണോ? സീരിയസ് ആയ പ്രഷർ വരുമോ? പിന്നെ വരില്ലേ. ഇത് പ്രഷർ തോന്നിയ മൊമെന്റ് ഏതാണ് സ്റ്റാർ സിംഗറിൽ? സ്റ്റാർ സിംഗർ ഭയങ്കര കൂളാണ്. കൂളാണല്ലേ? സെറ്റ് ആണെങ്കിലും ഡയറക്ടർ സഗോ സാർ ആണെങ്കിലും. വെള്ളി വീണ്ട പാട്ട് പാടുമ്പോ? വെള്ളി സ്റ്റേജിൽ ഇതുവരെ അങ്ങനെ വീണിട്ടില്ല. വീഴാറൊരു ടെൻഡൻസി ഉണ്ടായിട്ട് വീണിട്ടില്ല. അതെങ്ങനെ ടെൻഡൻസി വരുന്നത്? അങ്ങനെ പൗഴും വിചാരിക്കും, പക്ഷെ വീഴില്ല. അത് വീഴാതെ ഭാഗ്യം. ഒരു പാട്ടുകാരൻ എന്ന നിലയ്ക്ക് അഭിമാനം കൊള്ളുകയും അഹങ്കരിക്കാറുണ്ടോ? അഹങ്കരിക്കാറില്ല. എനിക്ക് തോന്നണില്ല, കണ്ടാ തന്നെ ഒരു ജാടയായിട്ടാണ് എനിക്ക് തോന്നണത്. ഞാനോ? ആ ഇത് ചൂടാണ്. ഞാൻ ജാടയോ? ആ എന്താ ഇങ്ങനെ എന്തുകൊണ്ട് തോന്നി? അതിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുക. ഇങ്ങനെയാണോ സംസാരിക്കുക? കൂളായിട്ട് സംസാരിക്കണ ആൾക്കാർ ഇങ്ങനെയല്ല. അതാ ഞാനിങ്ങനെ കൂളായിട്ട് സംസാരിക്കുക. അപ്പൊ അഹങ്കാരിയല്ല, ജാടയില്ല. ഒരിക്കലും അല്ല. നമുക്ക് കുറച്ച് ജാടയൊക്കെ ആവാൻ തോന്നിയിട്ടില്ലേ? എന്തിനാ തോന്നണേ? ഈ സ്വന്തം വോയിസ് കേട്ടിട്ട്, സ്വന്തം പാട്ട് കേട്ടിട്ടേ ഹേ പ്രഭു എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഇതിനേലും നീ നിറയെ ഉത്തരം പറഞ്ഞല്ലോ. എപ്പോഴാണോ തോന്നിയത്? ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പാടുമ്പോ, എന്റെ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോ എനിക്ക് എന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ സ്വരം ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. ഞാൻ തന്നെ കുറെ തവണ കേക്കൂ. എത്ര തവണ കേക്കും പാട്ട്? കുറെ തവണ കേൾക്കും. ആണോ? എന്റെ ഈ പൊതുവെ നമ്മൾ പറയാറുണ്ട് പാട്ട് പാടുന്ന പയ്യന്മാർക്ക് പെണ്ണുങ്ങളെ പ്രണയത്തിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ശ്രീരാഗിന്? അങ്ങനെ ആലോചിച്ചിട്ടില്ല. സിംഗിൾ ആണോ? മറുപടി പറയണോ? മറുപടി പറയാണെന്ന് തോന്നി കഴിഞ്ഞാൽ പറഞ്ഞോ. അടിച്ചാ മതി. ഇത് തന്നെ എനിക്കെല്ലാം ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ പാട്ട് പാടാറുണ്ടോ ആളുടെ അടുത്ത്? ആരുടെ അടുത്ത്? ആരുടെങ്കിലും അടിയിലത് കഴിഞ്ഞു. ടോപ്പിക് അടിയും മേടിക്കണം ബാക്കിയും പറയണം എന്ന് പറഞ്ഞാൽ വേറെ ചോദ്യമാണ്. വേറെ ചോദ്യം എന്താ? മുൻ കാമുകിമാരോട് കാമുകിമാരൊന്നുമില്ല. എത്ര വയസ്സായി? 23 വയസ്സായില്ലേ? ഇതുവരെ ഇപ്പൊ എക്സ് കാമുകിമാരൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് വിശ്വാസം ഇത് ഡിപ്ലോമാറ്റിക് ആണ്. അല്ല, ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ അടി പഠിക്കില്ല. സത്യമായിട്ടില്ല. അത് ബോയ്സ് സ്കൂളിൽ പഠിച്ചോണ്ടാണോ? അല്ല, വേണം തോന്നിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഇത്രയും നന്നായി പാട്ടൊക്കെ പാടുമ്പോ ഏതെങ്കിലും പെൺപിള്ളേരൊക്കെ വന്നിട്ട് ചേട്ടൻ ഭയങ്കര സ്റ്റാറാണ്, ഞാൻ ഒരു ഫോട്ടോ തരൂ, ഒരു പാട്ട് പാടൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ആണോ? എന്നിട്ട് ആ കുട്ടികൾ പാട്ട് പാടി കൊടുത്തിട്ടുണ്ടോ? ഏത് പാട്ടാണ്? എന്നെ കാണുമ്പോ ഏത് പാട്ടാ പാടണം തോന്നണം, കേക്കട്ടെ. എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല. ഇവിടെ വരുന്നത് എല്ലാവരും അപമാനിക്കുന്ന അപമാനിച്ചല്ല, ശരിക്കും പാട്ട് വരണ്ടേ. എന്റെ മുഖം കാണുമ്പോ എന്താ ഞാൻ തോന്നുന്നു? മുഖം കണ്ട് ആലോചിക്കുന്നോണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. പേര് വെച്ചിട്ടെങ്കിലും പാട്. ബിംബം മിഴി തുറന്ന് പാട്ട് കിട്ടണ്ടേ? പോയിച്ചിട്ട് കിട്ടണ്ടേ? ബിംബം മിഴി തുറന്നു. അതാണല്ലേ? നല്ല പാട്ടാണ്. പാട്ട് പാടാൻ പറ്റാത്ത ചെക്കന്മാരുടെ സങ്കടമാണ്. എന്ത് പാട്ട് പാടാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോ അവരോട് കാണുമ്പോ വിഷമിക്കണ്ട ബ്രോ, എനിക്ക് മാത്രമേ കഴിവ് കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്തിനങ്ങനെ പറയുന്നത്? എന്താ പ്രാന്തോ? വെറുതെ ആളുടെ അടുത്ത് പാട്ട് പാടാൻ കഴിയില്ലല്ലോ. അടിയിട്ടില്ലേ? പക്ഷെ പാട്ട് പാടാൻ ഇഷ്ടല്ലേ? അതെനിക്കിഷ്ടല്ലേ? എനിക്കിഷ്ടമാണ്. ബാക്കി ആരെയും കളിയാക്കാറൊന്നുമില്ല അല്ലേ? എന്തേ? ഒരു ഗായകൻ എന്ന നിലയ്ക്ക് എന്തൊക്കെ ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്? എനിക്ക് ഇതുവരെ ഒന്നും ത്യജിക്കേണ്ടി വന്നിട്ടില്ല.
സത്യം പറയണം, ഞാൻ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് ഗായകനായതുകൊണ്ട് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, തണുത്തൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഒരു തെജമല്ലേ? അത് ഞാൻ ചെയ്തു പറഞ്ഞില്ലല്ലോ. അപ്പൊ ഐസ്ക്രീം കഴിക്കോ? ഞാൻ പൊതുവിൽ ഗായകനായതുകൊണ്ടല്ല ഞാൻ ഐസ്ക്രീം അങ്ങനെ കഴിക്കാറില്ല. തണുത്ത വെള്ളം കുടിക്കും. അപ്പൊ അതൊന്നും പ്രശ്നല്ലേ? അത് ഓരോരുത്തരുടെ തൊണ്ടനുസരിച്ചിരിക്കും. പക്ഷെ നോക്കുന്നത് വളരെ നല്ലതാണ്. അല്ല, സൗണ്ട് നോക്കണത് ഭയങ്കര നല്ലതാണ്, അല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതൊരു നല്ല കാര്യമല്ല, എനിക്കറിയാം. ഒരു പാട്ട് സ്റ്റേജിൽ പാടാനായിട്ട് മുന്നേ എത്ര വട്ടം പ്രാക്ടീസ് ചെയ്യും? ആ പാട്ട് പോലെ ഇരിക്കും. സിമ്പിൾ പാട്ടൊന്നും പാടാറില്ലല്ലോ ശ്രീരാഗ്. ഏത് നേരവും ഭയങ്കര അങ്ങനത്തെ സാധനങ്ങളോ ഞാൻ കേട്ടേക്കണത്? ഒരിക്കലും ഇല്ല. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടൊന്നും അങ്ങനെ പാടിയിട്ടില്ല. അതെ അതെ, അതുകൊണ്ടാണല്ലോ ചിത്രചേച്ചി പറഞ്ഞത് യേശുദാസ് സാറിന് കൈനീട്ടിക്ക് ശ്രീരാഗ് പാടിയതാണ് ചിത്രചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. ചിത്രചേച്ചിക്ക് തോന്നിയോണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. എനിക്ക് തോന്നിയപ്പോഴാണോ ചിത്രചേച്ചി പറഞ്ഞത്? ചിത്രചേച്ചിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം. സാറിന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. സാറിന് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ഒരുപാട് പേര് സംസാരിക്കണം എന്ന് ആഗ്രഹം. ആരൊക്കെ? കേക്കട്ടെ. യേശുദാസ് സാറ് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കണം എന്നല്ല, എന്താ പറയാ, നമ്മളങ്ങനെ അവരുടെ പാട്ടൊക്കെ കേൾക്കുന്നതല്ലേ, ചില സമയത്ത് കേട്ട് അയ്യോ എന്നൊക്കെ വിചാരിക്കണല്ലേ. അയ്യോ എന്ന് വിചാരിക്കണേ? അയ്യോ എന്നുള്ള അയ്യോ എന്നല്ല, അയ്യോ തന്നെ. അയ്യോ എന്ന് പറയുമ്പോ ബാക്കിലൊരു സാധനം ഉണ്ടല്ലോ, ചൂടായതല്ല, അല്ല അയ്യോ എന്ന് പറഞ്ഞ ആ സാധനം. ഞാനൊരു ടാസ്ക് തരാം. ഗായകനായതുകൊണ്ട് ഞാൻ പാട്ടുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല കൊടുന്നേക്കണേ, പക്ഷെ പാട്ടാണ് കേട്ടോ. ഞാൻ അനുപല്ലവി എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ലവി കഴിഞ്ഞിട്ടുള്ളത്. പല്ലവി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ വേഴ്സ്. നടുക്കത്തെ സാധനല്ലേ അനുപല്ലവി? അപ്പൊ കറക്റ്റാ ഞാൻ പറഞ്ഞത്. പാടുന്ന അല്ലേ? ആ അനുപല്ലവി ഞാനിങ്ങനെ പറയും, അപ്പൊ അതിന്റെ പല്ലവി പാടണം. നീ ചുംബന ചെമ്പക പൂ വിരിച്ചു, അതിലനുരാഗത്തെ നിറച്ചു, പിന്നെ കാണാതെ ഞാൻ അങ്ങ് അലഞ്ഞു. അങ്ങനൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. നീ എന്റെ ആത്മാവിനുള്ളിൽ മയങ്ങി. ആര് പറഞ്ഞു അല്ലേ? അതെങ്ങനെ മനസ്സിലായി? വരി പറഞ്ഞില്ലേ? പക്ഷെ എനിക്കിത് മനസ്സിലായില്ലല്ലോ. അത് പാട കേക്കട്ടെ. എനിക്കറിയില്ല, അതന്നെ. ഞാൻ പൊത്തി കാണിച്ചുതരാം. ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ഈ പാട്ട് അറിയാം? നമ്മളെല്ലാരും കേട്ടിട്ടുള്ള പാട്ട്. കണ്ടിട്ടുള്ള പാട്ട്, കേട്ടിട്ടുള്ളത്. ഓക്കെ, അടുത്തത്. മച്ചക വാതിലും താനേ തുറന്നു, പിച്ചക പൂമണം കാറ്റിൽ നിറഞ്ഞു, വന്നല്ലോ നീ എന്റെ പൂത്തുമ്പിയായിട്ട്. ആവണിപ്പൊന്നു ഞാലടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലേ വെണ്ണിലാവേ. സൂപ്പർ സൂപ്പർ. അരെ വാ, ഇത്ര പെട്ടെന്ന് പറയരുത്. ഇങ്ങനെ ഞാൻ മറ്റേ ടെൻഷൻ മ്യൂസിക് ഒക്കെ ഇടാനുള്ള ഗ്യാപ്പൊക്കെ ഞങ്ങൾക്ക് തരണം. അടുത്തത് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇത് കുറച്ച് ടഫാണ്. പറക്കും വണ്ടായി വരി വണ്ടായി തൊട്ടുരുമാതെ ഉറക്കും പാട്ടായി പട്ടുപൂവേ കട്ടുപോവാതെ കുറുമ്പിന്റെ കട്ടുറുമ്പിന്റെ എന്നത് കൈ നീട്ടമല്ലോ. കിട്ടില്ല. അത് ട്യൂണിട്ട് നോക്ക. ട്യൂണിടായിന് സഗമസൊന്നും ചെയ്യില്ല. കിട്ടില്ല. ഇല്ലേ? ഏതാ പാട്ടെന്നറിയോ? മഴയെ കെട്ടടിച്ചത് അതന്നെയല്ലേ? അതെങ്ങനെയാ? പൊതുവെ നമ്മുടെ സ്റ്റാർ സിംഗറിൽ ഇതേപോലത്തെ ചളുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നതാണ്, സ്ക്രിപ്റ്റഡ് ആണോ? എന്താണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഒരു ഷോ ആകുമ്പോ തീർച്ചയായിട്ടും ബേസിക്കലി എന്താ നടക്കണ്ടേ എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണമല്ലോ. എന്താണ് ഐഡിയ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഒരു ഐഡിയ ഇവിടെ എന്താ നടക്കണമെന്ന് അതെനിക്കും അറിയില്ല. ഇവിടെ നടക്കണല്ല, ഒരു പരിപാടി ചെയ്യുമ്പോ ആരായാലും നിങ്ങളായാലും ഒരു പരിപാടി സെറ്റ് ചെയ്യുമ്പോ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഇരിക്കണം പോകണമെന്നുള്ളത്. അതെന്തായാലും ഉണ്ടാവും. അതിനപ്പുറത്ത് നമ്മളൊന്നും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പരിപാടികളല്ല. നമ്മളോട് ചോദിക്കുന്നതും അവിടെ നടക്കുന്ന ടോക്സും ചാറ്റും ഒക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്നതാണ്. നമുക്ക് ഫിനാലയിൽ കപ്പടിക്കുന്നൊക്കെ തോന്നിയില്ലോ ശ്രീരാഗിന്? എന്നെ വെല്ലാൻ ആരുമില്ല. ഞാൻ തോന്നിയിട്ടില്ല. ഞാൻ അടിപൊളിയില്ല. അല്ലേ നടിച്ചു. എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ആര് കപ്പ് കൊണ്ടുപോകുന്ന ഒരു തോന്നലേ? എനിക്ക് അങ്ങനെ തോന്നലൊക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മള് പറയാൻ പാടില്ലല്ലോ. ഞാനും അതിൽ മത്സരിക്കുന്ന ഒരാളല്ലേ. അപ്പൊ എന്താ പറയണ്ടേ? സ്വയം ഞാൻ ഗംഭീര ഗായകനാണ്, ഞാൻ ജയിക്കും. ഞാൻ ജയിക്കുന്ന എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ
അപ്പൊ പിന്നെ ആരാന്ന് പറഞ്ഞത് പ്രശ്നം? അത് പറയാൻ പാടില്ല. അയാൾക്കത് കോൺഫിഡൻസ് കൊണ്ടുവരില്ലേ ചെയ്യാം. അത് ഞാൻ അയാളോട് പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് മതിയല്ലോ. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ശ്രീരാഗിന്റെ? വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടനുണ്ട്, ചേട്ടന്റെ ചേട്ടത്തി, വൈഫ്, ഒരു കുട്ടിയുണ്ട്. ചേട്ടന്റെ പേരെന്താണ്? ശ്രീജിത്ത്. ശ്രീജിത്ത്, ശ്രീരാഗ്. വളരെ ബുദ്ധിമുട്ടി തോന്നുന്നു പേര് കണ്ടുപിടിക്കാല്ലേ. ബുദ്ധിമുട്ടി കാണും. അച്ഛൻ്റെ അമ്മയുടെ പേര്? അച്ഛന്റെ പേര് ഭരതൻ, ഭരതൻ. അമ്മയുടെ പേര് ജയശ്രീ. ഈ നിങ്ങളുടെ പേരുകളിലൊക്കെ ഒരു കലാമൂല്യം ഞാൻ കാണുന്നു. എന്താണ് ഭരതൻ എന്നുള്ള പേരിൽ എന്താ കല? ഭരതനാട്യം, അതൊരു കലയല്ലേ? അതിനൊരു കലയില്ലേ? ശരി. അച്ഛനമ്മയ്ക്ക് എങ്ങനെയുണ്ട് സപ്പോർട്ട്? നല്ല സപ്പോർട്ടാ. അവര് ഡെയിലി ഇങ്ങനെ കാണാറുണ്ടോ? സപ്പോർട്ട് ചെയ്യും. ഡെയിലി സപ്പോർട്ട് ചെയ്യും. ഡെയിലി കാണും. ഡെയിലി ഇല്ല, ശനി ഞായറല്ലേ ഉള്ളൂ. ഡെയിലി കാണും, യൂട്യൂബിലും ഒക്കെ കാണുമല്ലേ? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണ്? അച്ഛനാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്? അത് ചേട്ടനാണോ? ഓക്കെ, അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഈ പാട്ടൊക്കെ ആരാ സെലക്ട് ചെയ്യണത് ശ്രീരാഗിന്റെ? പാട്ടൊക്കെ നമ്മള് ഓപ്ഷൻസ് കൊടുക്കും, മെന്റേഴ്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അവിടുത്തെ നമുക്ക് മെന്റേഴ്സ് ഉണ്ട്, ഇങ്ങനത്തെ പാട്ട് മതി എന്നുള്ളത്. ശ്രീരാഗ് തന്നെ പാടിയ ശ്രീരാഗിന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ഏതാ? എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്. താരാപഥം പാടിയത് എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ പാടിയത് എനിക്ക് ഇഷ്ടമായി. ആ പാട്ട് പാടിക്കോ. ഏത്? ഇഷ്ടമുള്ള പാടിക്കോ. ഇഷ്ടമുള്ള പാട്ട്? എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടണം കേട്ടാ, പറഞ്ഞോളൂ. എനിക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അത് കണ്ടുപിടിക്കണം, അതാണ് ഒരു ഗായകന്റെ കഴിവ്. ആണോ? ഒരാൾ കാണുന്നതന്നെ അയാൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒന്നും. എന്നെ കാണുമ്പോഴും തോന്നുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള പാട്ടൊന്നും അറിയില്ല. തോന്നണ്ടേ? എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകാരൻ പേര് പറയാം, ഹരിഹരൻ. ഏതൊരു പാട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ട്? என் சுவாச காற்று வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன், மலர் கொண்ட பெண்மை வாராமல் போனால் மலை மீது தீ குளிப்பேன், என் உயிர் போகும் போனாலும் துயரில்லை கண்ணே, அதற்காகவா பாடினேன், வரும் எதிர்காலம் உன் மீது பழி போடும் பெண்ணே, அதற்காகத்தான் வாடினேன், முதலா முடிவா அதை உன் கையில் கொடுத்து விட்டேன், உயிரே உயிரே வந்து என்னோடு கலந்து விடு, உயிரே உயிரே என்னை உன்னோடு கலந்து விடு, நினைவே நினைவே எந்த நெஞ்சோடு கலந்து விடு. സൂപ്പർ. താങ്ക് യു. ലൈവായിട്ട് കേൾക്കുമ്പോ വേറൊരു ഫീൽ ആട്ടാ. താങ്ക് യു. ഈ പ്രണയത്തിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് എന്താണ്? പ്രണയത്തെ പറ്റിയുള്ള കോൺസെപ്റ്റ് ഇത്രയും ഫീൽ ചെയ്തിട്ട് ഈ പാട്ട് പാടണമെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. പ്രണയത്തെ പറ്റി അതിന്റെ ഉള്ളിൽ തൊട്ട ആ ഒരു കോൺസെപ്റ്റ്. അങ്ങനെ ചൂരിൽ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ തൊട്ടിട്ടൊന്നുമില്ല. പ്രണയത്തെ പറ്റി ഇപ്പൊ എന്താ കോൺസെപ്റ്റ് പറയാം, അല്ലെങ്കിൽ പ്രണയം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന പാട്ട് പാടും. അങ്ങനെ പ്രണയം തോന്നുന്നു കുറെ പാട്ട് വരും. അത് ഓരോ ഇതിനനുസരിച്ചിരിക്കുന്നേ. ഇപ്പൊ വേനൽക്കാലത്ത് പ്രണയം എന്ന് പറയുമ്പോ പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. അതായത് അതായത് വേനൽക്കാലത്ത് ഇപ്പൊ നട്ടപ്പാറ വെയിലത്തേക്കും എന്നോട് ചോദിക്കണം പ്രണയം എന്ന് പറയുമ്പോ ഏതാ വരുന്നത്. എനിക്ക് വേറൊരു പാട്ടും വരിക. എന്നൊരു മഞ്ഞുകാലത്ത് ചോദിച്ചാൽ വേറെ പാട്ടായിരിക്കും വരിക. എന്നാൽ മഴക്കാലത്ത് വേറെ പാട്ടായിരിക്കും വരിക. ഇത് 3 കാലത്തും അല്ല, അതൊരു വേനൽക്കാലത്ത് AC ഇട്ട് ഉള്ളിയിരിക്കല്ലേ, ഭയങ്കര കുഴഞ്ഞ് ഒരു പാട്ടും വരുന്നില്ല. പ്രശ്നം മനസ്സിലായോ? ഇപ്പൊ ഞാൻ സങ്കല്പിക്ക് നട്ടപ്പുറ വെയിലത്ത് അവിടെ ഇരിക്കണമെങ്കിൽ പ്രണയത്തെ പറ്റി ചോദിച്ച നട്ടപ്പാറ വെയിലത്ത് എന്റെ സന്തനത്തെണ്ടറിൽ എല്ലാവർക്കും വരാം. മരുഭൂമിയൊക്കെ മനസ്സിലേക്ക് വന്നിട്ട് അതല്ല തോന്നുന്നല്ലേ? അത് നല്ല പാട്ടാണ്. അത് മരുഭൂമിയിലല്ലേ? ഉയരയിലെ വല്ല പാട്ടും വല്ലതും ആയിരിക്കും വരിക. ഏത്
ഉയരെ ദിൽസേ. ദിൽസേ. ആ പാട്, രണ്ടുപേര്, എല്ലാത്തിനും രണ്ട് പേര് വെച്ച് പാടിയാ മതി. എന്നാ ഞാൻ വേറെ മഴക്കാലം പിടിക്കാം പാടാനാണെങ്കി. നീ മഴക്കാലം പറഞ്ഞോ. ഓരോ സമയത്ത് ഓരോന്ന ഈ ചില ആൽബം സോങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര അത് നല്ലതാണ്. പക്ഷെ എനിക്ക് നല്ല പാട്ടാണ്. പക്ഷെ എനിക്ക് അതല്ല മറ്റേ ശ്രീനിവാസ് സാറ് പാടിയ പാട്ടില്ലേ ശലഭം എന്ന് പറഞ്ഞ ആൽബത്തിൽ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് പാട് കേക്കട്ടെ. അത് മറ്റേ വസന്തം പോലെ ഒരു സന്ധ്യയെ പോലെ നിലാവിൽ പൂക്കും കണിമുല്ലയെ പോലെ ഹൃദയമാം പൂവിലെ ശലഭമായി വന്നു നീ നെറുകയിൽ അണിയുമോ പ്രണയമന്ദാരം വസന്തം പോലെ. പക്ഷെ വസന്താണ് വന്നത്, മഴയല്ലല്ലോ. മഴ മാറി. മഞ്ഞ് മഞ്ഞ് വസന്തം പുതുവെള്ളൈ മഴ. എനിക്കതായില്ല കേട്ടാ. കോടിക്കാലക്കാറ്റേ പാട്ട് അത് വരും. ഞാനറിയാത്ത പാട്ടൊക്കെയാണല്ലോ ഫുള്ള് പാടുന്നത്. പഴയ പാട്ടുകളാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെയൊന്നുമില്ല, എല്ലാം കേൾക്കും. ആണോ? കൂടുതലും പഴയതായി പോകുന്നു കേട്ട് വരുമ്പോ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ പഴയതിനൊരു രസം ഉണ്ടല്ലോ. ഇങ്ങനെ കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാ കൊറേ പാട്ടുകളുണ്ട്. സ്റ്റാർ സിംഗറിൽ ക്രഷ് തോന്നിയ ഒരു കണ്ടസ്റ്റന്റ് വ്യക്തി തോന്നിയിട്ടില്ല. എനിക്ക് ഒരു പാട്ടിൽ തന്നെ തോന്നിയേക്കാം. ഒരു പാട്ടിൽ അവർ പാടുന്നില്ല, ആ പാട്ടിനോടുള്ള ക്രഷ് കൊണ്ട് അവരോട് തോന്നിയിട്ട് അവരോട് പിന്നുള്ള ക്രഷ്, അങ്ങനെയൊക്കെ ആവാം. അങ്ങനെയൊന്നും ആവില്ല എനിക്ക്. കയ്യറിയ അങ്ങനെ ആവില്ല. ആവാതിരിക്കുന്നതിനാണ് ശരി. അടി വാങ്ങണേന് ഡിപ്ലോമസി. അങ്ങനെ ഒരാളോട് തോന്നിയിട്ടില്ല. അപ്പൊ പിന്നെ ആ കുട്ടീനെ എടുത്ത് എന്തിന് ഈ കുട്ടി ആ പാട്ട് പാടുന്ന സമയത്ത് ഒരു ലവ് തോന്നി? അത് പാട്ട് പാടുന്ന സമയത്തല്ലേ, അതെന്റെ ഇഷ്ടല്ലേ. അത് പറഞ്ഞ അപ്പൊ അതൊരു ക്രഷ് അല്ലേ? അല്ലല്ല, അത് ക്രഷ് അല്ല. അതെന്താ അതിപ്പോ എന്താ പറയാ, മെത്തേഡ് ആക്ടിങ് ഒക്കെ പറയാ, മെത്തേഡ് സിംഗിങ് എന്ന് വേണേ പറയാം. അതാ ഒരു 5 മിനിറ്റ് ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വരുന്ന മെത്തേഡ് സിംഗിങ് ആണ് അതല്ലേ? അതെ. നമ്മള് ഇപ്പൊ എന്തൊരു കാര്യം നമ്മൾ ഫീൽ ചെയ്ത് ചെയ്യുമ്പോ ഒന്നെങ്കിൽ ആള് സങ്കല്പിച്ചായിരിക്കും അല്ലെ. നമ്മള് ഒരു സോളോ പാടുമ്പോ സങ്കല്പിക്കുമല്ലോ. പാട്ട് കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ട് കുറെ. കേട്ടിട്ട് കരയണത് ഓക്കെ. സ്വന്തം പാട്ട് പാടിയിട്ട് അവസാനം ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ 5 മിനിറ്റ് പ്ലീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്വന്തം അപ്പൊ അതിന് മാത്രം മെത്തേഡ് ആക്ടിങ് ഇല്ല അല്ലെ? അല്ല മെത്തേഡ് സിംഗിങ് ഇല്ല കരയുമ്പോ? ഉണ്ട്, അതുണ്ട്. അത് ഇങ്ങനെ ചോദിക്കാൻ ആരും ഇല്ലാത്തോണ്ടാണ്. എന്ത് ചോദിക്കാൻ? മറ്റേത് മെത്തേഡ് ചെയ്തപ്പോ ചോദിക്കാൻ ഉണ്ടായിരുന്നു. ചോദിച്ചു. വിഷമല്ലേ, ചോദിച്ചല്ലോ. എന്തോ തോന്നി ഉണ്ടോ? ഞാൻ ഇത് ചോദിക്കാം, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യരുത്. അപ്പൊ ഈ വിഷമം സോങ് പാടുമ്പോ ഒറ്റപ്പെട്ട പോലെയൊക്കെ ഫീൽ ചെയ്തിട്ട് പാടാറുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ ഫീൽ ചെയ്ത് പാടിയ പാട്ട് ഏതാണ്? ഒരുപാട് പാട്ടുണ്ടേ. ഞാൻ സ്റ്റേജിൽ പാടുന്നതല്ല, ഒറ്റയ്ക്ക് പാട്ട് കേൾക്കുക, പാട്ട് പാടുക. ലൈഫിൽ ഒറ്റപ്പെട്ട് പോയി നിൽക്കുന്ന ആളാണോ? അങ്ങനെയല്ല. എനിക്ക് ഒറ്റയ്ക്ക് എനിക്ക് കൊടുക്കുന്ന ഒറ്റയ്ക്കുള്ള സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ, അപ്പൊ കരച്ചിലാണോ വരിക? കരയാറൊന്നുമില്ല, പക്ഷെ എനിക്ക് വിഷമാണ് കൂടുതൽ ഇഷ്ടം. വിഷമാണ് ഇഷ്ടം. വിഷമം എന്ന ഇമോഷനിൽ പാടാനാണ് ഇഷ്ടം. അതെ, അങ്ങനെ പാടുന്നതും കേൾക്കാനും ഒക്കെ വിഷമം ആണ് ഇഷ്ടം. ഈ എഴുത്തുകാരും ഗാനം പാടുന്ന ആൾക്കാർ കൂടുതൽ അവരുടെ വിഷമ മൊമെന്റിലാണ് ഏറ്റവും നന്നായി പാടാന്ന് ഞാൻ പറഞ്ഞാൽ അവരോട് ചോദിക്കേണ്ടി വരും. എനിക്കറിയില്ല, എനിക്ക് എന്റെ കാര്യമില്ല പറയാൻ. നീ ഒരു ഗായകനല്ലേ? സന്തോഷം അത് ഓരോരുത്തർക്കും ഓരോ പോലെയാ. സന്തോഷം. അപ്പൊ ഈ പാട്ടൊന്നും ചിരി ചിരിയോ ഈ നൊമ്പര് ചിരി ആ പാട്ടൊക്കെ പാടാൻ ഒരു സന്തോഷം തോന്നില്ല? ആ പാട്ട് ഞാൻ ഇതുവരെ പാടിയിട്ടില്ല. ഇനി ഒരു എന്നോട് ചോദ്യം ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചിട്ട്? കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഓണസ്റ്റ് ആയിരിക്കുന്ന. ഞാൻ ഓണസ്റ്റ് ആയിരുന്നു. എന്നോടാണ് ചോദിച്ചേ, ഞാൻ വേണം ഉത്തരം പറയാൻ. എനിക്ക് തോന്നിയതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് പറഞ്ഞത് എനിക്ക് തോന്നിയതല്ലേ ഞാൻ ചെയ്യാം. തോന്നിയതാ ഞാൻ പറഞ്ഞത്. ആ, പക്ഷെ ഓണസ്റ്റ് ആയിരുന്നു. അതുപോലെ ഭയങ്കര കർക്കശക്കാരനാണെന്ന് എനിക്ക് തോന്നി. ഒരിക്കലും ഞാൻ എന്നോടല്ലേ ചോദിച്ചത്?
പിന്നെ നല്ല പാട്ടായിരുന്നു. ആക്ച്വലി എനിക്ക് യൂട്യൂബില്, ഞാൻ TV ഇല്ല, അതുകൊണ്ട് യൂട്യൂബിൽ ഞാൻ കാണുന്നേക്കാൾ കേൾക്കുന്നേക്കാൾ അടിപൊളിയായിട്ട് എനിക്ക് നേരിട്ട് തോന്നി. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. ആണോ? അതില് നല്ലത് പറയുമ്പോ ഒന്നും തിരിച്ചു പറയണില്ലല്ലോ, എന്താ അത്? ഞാൻ എങ്ങനെയാ പറയാ ഞാൻ സിമ്പിൾ ആണെന്ന്? ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ ഒരിക്കലും അല്ല എന്ന്. ആണല്ലേ? അതെനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകൂടെ. എന്ത് ഡിപ്ലോമസി കാണോ അല്ലയോ? നമ്മളൊരു ഗസ്റ്റിനെ വിളിച്ചു നിർത്തി നമ്മൾ നല്ലത് പറയണമെന്നാണ് എന്നോട് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞേക്കണത്. ആണോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണോ ഈ ഷോ? അങ്ങനെയല്ലല്ലോ. അല്ല, ഷോന്റെ പേരെന്താ? ഡിപ്ലോമസി സൂര്യൻ. ഓക്കെ, തിന്നോളൂ. ആദ്യമായി അടിച്ചു. ആദ്യമായിട്ടാണ് ഈ ഷോയിൽ ഒരാൾ അടിക്കുന്നത് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഭയങ്കര ജാടുള്ള ചെറുക്കനാന്ന് തോന്നി എനിക്ക്. ഭയങ്കര ജാടാ തോന്നിയില്ലേ? തോന്നാറുണ്ട് പലർക്കും അല്ലേ? ഞാൻ ഒന്നും സംസാരിക്കണില്ല. ഞാൻ ഇങ്ങനെ സംസാരിച്ച് ഇരിക്കുക. ഞാൻ അങ്ങനെയാണ്, സംസാരിക്കാൻ പറ്റണ്ടേ. അതുപോലെ പെട്ടെന്ന് ശ്രീരാഗിന്റെ ടോണ് വല്ലവരും വിചാരിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ടില്ലേ? കുറ്റം പറയല്ല, പെട്ടെന്ന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് കണ്ട. ഞാൻ സൈക്കോളജിസ്റ്റും ആണ് കേട്ടോ, എനിക്കെല്ലാം മനസ്സിലാവും. പക്ഷെ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല. അതായത് അതൊരു ചെറിയൊരു സെക്കൻഡിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. അതായത് അത് ചൂടാവുന്ന പോലെ തോന്നി അടുത്ത മൊമെന്റിൽ തന്നെ ഞാൻ മനസ്സിലാക്കി പോയി ചൂടായതല്ല എന്റെ ടോണാണെന്ന്. എന്റെ ടോണാണത് എന്ന് പറയാതെ തന്നെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ എന്റെ ടോണാണെന്ന് മനസ്സിലായില്ലേ? അല്ലാതെ ഇവിടുന്ന് പോയതിനു ശേഷമല്ലല്ലോ പറയുന്നത്. എങ്ങനെ പറഞ്ഞു? അതാണ്. വിഷമൊന്നുമില്ലല്ലോ. എന്തിനാ ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിക്കണല്ല കേട്ടാ. അല്ലല്ല അല്ല, എഴുതി ഒപ്പിട്. എഴുതാം കള്ളാസ്. വേണ്ടേ? ഒപ്പിടണ്ടേ? താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശ്രീരാഗിനോട്. ലൈക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഫോർമാറ്റ് നമ്മൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കണേ. കുറച്ച് ഒരു ഫണ്ണി ആയിട്ടെന്ന്, കുറച്ച് സീരിയസ് ആയിട്ട് അങ്ങനെ. അത് തന്നെയാണ് ശ്രീരാഗും ലൈക്ക് ഇവിടെ അങ്ങനെ തന്നെയല്ലേ കിട്ടിയേക്കണേ അല്ലേ? അപ്പൊ എനിവേ ആ സമയത്തിനിടയ്ക്ക് മുപ്പരാള് ഒരു 3 പാട്ടൊക്കെ പാടി അടിപൊളിയായിരുന്നു. അപ്പം എന്റെ ഒരു വിഷ് ലൈക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മള് ആ ഒരു ലെവലിൽ എത്തട്ടെ, എല്ലാരും ഇനി അറിയപ്പെടട്ടെ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫൈനലൊക്കെ അടിച്ചു വിളിക്കാം. സെമിഫൈനൽ കഴിഞ്ഞിട്ടില്ല, സെമിഫൈനൽ അടിച്ചു വിളിക്കാം. അങ്ങനെ പറയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. DG ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യുവർ 1 കപ്പ് മാജിക്.